നമസ്കാരം. സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളായ LGS, LDC, WPC തുടർന്നുള്ള എക്സാമുകൾക്കൊക്കെ തന്നെ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. 2024 ചോദിച്ചിട്ടുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യങ്ങളും അവയുടെ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ കീയുമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം അടങ്ങിയൊരു വീഡിയോ ആണ്. കാണാൻ നോക്കാം. ഏകദേശം 100 ക്വസ്റ്റ്യൻസോളം നമുക്കിന്നിവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് നോക്കാം, നേരെ പോകാം. ഒന്നാമത്തെ ചോദ്യം: വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. പ്രസ്താവനകൾ: 1. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. 2. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. 3. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. 4. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇതിലെ ഉത്തരം എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ഏതൊക്കെ വരാപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠ സ്വാമികളുടെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അടുത്തത് അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അടുത്തത് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഓക്കെ. അടുത്ത ചോദ്യം: വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന നോക്കാം. 1. കലാപം നടന്നത് 1812 2. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. 3. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. 4. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 3ഉം തെറ്റായ പ്രസ്താവനകൾ ആണ്. 2ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ: 2024 സ്വാതന്ത്ര്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏതൊക്കെയാണ്? പ്രസ്താവന നോക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻകാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ഹാൻകാങ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പ്രൈസ് നേടിയിട്ടുണ്ട്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇവിടുത്തെ ഉത്തരം എന്താണ്? ശരി പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം നമുക്കറിയാം, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്, ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്, ദി വെജിറ്റേറിയന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്, ദ വൈറ്റ് ബുക്കിന് ആത്മകഥാപരമായ രചനയാണ്. ദി വെജിറ്റേറിയനും ദി വൈറ്റ് ബുക്കും ഹാൻകാങ്ങിനെ പറ്റി ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ് ചോദ്യം: താഴെ പറയുന്നവരിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഓപ്ഷൻ എ ആണ് ശരിയായ ജോഡി. 1ഉം 2ഉം 4ഉമാണ് ശരിയായ ജോഡികൾ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. അടുത്തത് 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1907 സൂററ്റ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് രണ്ടായി പിളർന്നത്. ദെൻ 1929 ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഓക്കെ. ഒന്നുകൂടി: 1885 ഇൻ്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർന്നു. 1929 ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്, ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം: 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയെ ബന്ധപ്പെട്ട താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരി ഏതൊക്കെയാണ്? പ്രസ്താവന നോക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇവിടെ ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ശരി പ്രസ്താവന. എന്ന് പറഞ്ഞാൽ 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടക്കുന്ന 2024 ബ്രിക്സ് ഉച്ചകോടി. കസാൻ എന്നോർത്തിരിക്കാം. കസാൻ. നെക്സ്റ്റ് വരുന്നത് 2009 ബ്രിക്സ് രൂപം കൊള്ളുക. 2009 ബ്രിക്സ് രൂപം കൊള്ളുന്നത്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISRO ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടുത്തെ ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ്.
3ഉം 4ഉമാണ് ശരിയായത്. ISROയുമുള്ള ശരിയായ പ്രസ്താവന ISRO. അതായത് ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് ആയിരുന്നു. പിന്നെയോ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുക. ഓക്കെ, ISRO വിക്രം സാരാഭായ് ഓർക്കുക, തിരുവനന്തപുരത്തുമുണ്ടെന്നൊന്നും പ്രത്യേകം ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേതൊക്കെയാണ്? പ്രസ്താവന നമുക്ക് നോക്കാം. 1. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 2. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 3. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 4. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തെ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4ാമത്തത് മാത്രമാണ് തെറ്റായ ജോഡി. ഓക്കെ, 4ാമത്തതാണെന്ത്? തെറ്റായ ജോഡി. അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, തെറ്റായ ജോഡി. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കുള്ളതായിരുന്നു? NS മാധവൻ്റെത്. വയലാർ അവാർഡ് ആർക്കാണ്? അശോകൻ ചരുവിൽ. കേരള ജോലി പുരസ്കാരമോ? MK സ്വാനു. അല്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സ്വാനു. അല്ലേ? അപ്പോൾ നിങ്ങളവർക്ക് ഇത് കഴിഞ്ഞ് പുരസ്കാരം കൊണ്ടല്ലോ അപ്പോൾ പഠിക്കേണ്ട, പക്ഷേ ഇതും കൂടി പഠിച്ചു വെച്ചേക്കണം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം എഴുതുക. എഴുതി വെക്കുക. ആൻസർ അപ്പോൾ ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ്. അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ്. മലബാർ കലാപം എത്രയാണ് വരുന്നത്? മലബാർ കലാപം 1921 മലബാർ കലാപം. അല്ലേ? മലബാർ കലാപം 1921 മലബാർ ലഹള. അല്ലേ? നെക്സ്റ്റ് 3 വന്നേക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം വർഷം എത്രയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുമ്പോൾ 1936 ക്ഷേത്രപ്രവേശന വിളംബരം. 36 ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് 4 നെഹ്റുവിൻ്റെ മരണമാണ് അടുത്തത്. അതിർത്തി ഗാന്ധിയുടെ മരണവുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് കൊച്ചി മെട്രോവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത സംഭവങ്ങളിൽ ശരിയായ ഏതൊക്കെയാണ്? കൊച്ചി മെട്രോ. അപ്പോൾ ഉത്തരം ഞാൻ പറയാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയായ പ്രസ്താവന. കൊച്ചി മെട്രോ ശരി ഏതൊക്കെ നമുക്ക് നോക്കാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. ഇനിയും KMRL ആണിതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുക. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. പിന്നെയോ കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണെന്ത്? കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുക. ഓക്കെ, കൊച്ചിയിൽ തന്നെയല്ല അതുള്ളത്. കൊച്ചി വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിക്ക് അടുത്ത സംഭവത്തിലാണ് വാട്ടർ മെട്രോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 2017 ജൂൺ 17 ഓർത്തിരിക്കുക. വാട്ടർ മെട്രോയെ കൂടി ഓർത്തിരിക്കുക. കിട്ടിയല്ലോ. നെക്സ്റ്റ് ചോദ്യം സിമ്പിൾ ചോദ്യങ്ങളാണ് വരിക. അല്ലേ? അപ്പോൾ ഇനി ഉത്സാഹത്തോടെ ഇരിക്കാം. കെയ്ബോൾ ലെംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒറ്റ വാക്കുത്തരം എങ്ങനെ പറയാം? ആൻസർ മണിപ്പൂരാണ്. ഒഴുകുന്ന ദേശീയോദ്യാനം മണിപ്പൂരാണ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. ചോദ്യം വ്യക്തമായി കേട്ടല്ലോ. ആൻസർ ഓപ്ഷൻ എ ആണ്. അഹമ്മദാബാദാണ്. അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം അതെവിടെയാണ്? അഹമ്മദാബാദാണ്. അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഷോർട്ടായിട്ടൊക്കെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ചോദ്യം, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ആൻസർ എന്താണ്? ഖാരിഫ്. ആൻസർ ഖാരിഫ്. ഇവിടെ നമുക്ക് പഠിക്കൽ ഖാരിഫും റാബി
സൈദ്യവിളയുണ്ട്. മൂന്നും കൂടി പ്രത്യേകിച്ച് പഠിച്ചു വെക്കണം അല്ലേ. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഡാഷ് ഉദാഹരണമാണ്. ആൻസർ അതാണ് ആരവല്ലി. ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതമാണ്. ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതമാണ്. നെക്സ്റ്റ് ലൈൻ. ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. കായാന്തരിത ശിലകൾ എന്ന് പറയുമ്പോൾ രാസപരമായി വ്യത്യാസങ്ങൾ കാണിക്കുന്നവയല്ലേ, അങ്ങനെ ഉണ്ടാകുന്നവയാണ് എന്ത്? കായാന്തരിത ശിലകൾ എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നവ. അപ്പോൾ അതിൻ്റെ ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിലാണ്. ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിലാണ്. ഇനി ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ അറിയാമല്ലോ. ആൻസർ ഓപ്ഷൻ ബി ആണ്, മധ്യപ്രദേശാണ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളൊക്കെ വരുന്ന ഇവിടെയാണ്, മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഏത്? കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആര്? ആന്ത്രസൈറ്റ്. 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 കൽക്കരിയുടെ ഉന്നതമായ ഒരു വകഭേദമാണെന്ത്? ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ്. നെക്സ്റ്റ് ചോദ്യം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ആൻസർ തമിഴ്നാടാണ്. തമിഴ്നാട്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നെക്സ്റ്റ് വരുന്നത്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? മിൽപ്പ എന്നാണ് മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. മിൽപ്പ. നെക്സ്റ്റ് ചോദ്യം. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? അപ്പോൾ അത് നാലും നമ്മൾ വായിച്ച് നോക്കിയിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ചോദിച്ച് നമുക്ക് എന്ത് പറയാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുവാൻ. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന് വേണ്ടിയാണിത് ചിപ്കോ പ്രസ്ഥാനം. ഓക്കെ, ചിപ്കോ പ്രസ്ഥാനം. അടുത്ത ചോദ്യം. 1957 കേരള സർവകലാശാലയുമായി ആയിട്ട് മാറിയിട്ടുള്ള തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? ചോദ്യം ഒന്നുകൂടി. 1957 കേരള സർവകലാശാലയെ മാറിയ തിരുവിതാംകൂർ സർവകലാശാല. ചോദ്യം ശരിക്കും എന്ത് പറഞ്ഞാൽ മതി? തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ സിമ്പിളായ ഫോം അല്ലേ. ഉത്തരം എന്നാണ്? ഉത്തരം 1937 തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടേക്കുന്നത്. 1937 തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സമുദ്രമല്ല സമരവുമായി ബന്ധപ്പെട്ടാണ് എന്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തുന്നത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി പറയുന്ന സമരമല്ലേ, അല്ലെ? ആ മുദ്രാവാക്യം ഉയർത്തിയ സമരം ഏതാണ്? ഏത് സമരവും ബന്ധപ്പെട്ടാണ്? നമുക്ക് ഉത്തരം അറിയാം. ഏത് സമരമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ. ലാസ്റ്റ് സമരം ഓർത്താൽ മതി, ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? കൃതികൾ ഞാൻ വായിക്കാം. ദൈവദശകം, വേദാധികാര നിരൂപണം, നവമഞ്ജരി, ദർശനമാല. ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതി ഏതാണ്? ഒട്ടടുത്ത് പറയാൻ പറ്റും നമുക്കല്ലേ. ആൻസർ ഏതാണ്? ആൻസർ വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് അല്ലാത്തല്ലേ. വേദാധികാര നിരൂപണമാണ് അല്ലാത്തത്. അടുത്തതിലേക്ക് പോയാലോ. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവംബർ 11 ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി കിട്ടാം. ദേശീയ വിദ്യാഭ്യാസ ദിനമെന്നാണ് നവംബർ 11. ആ നവംബർ 11 ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ അല്ലേ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ആൻസർ എന്ന് പറയാം, ഒളപ്പമണ്ണയാണ്. ഒളപ്പമണ്ണയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം
ലഭിക്കാത്തത് അല്ലേ? ഇവിടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MD വാസുദേവൻ നായർ, ONV കുറുപ്പ് എന്നിവർക്കെല്ലാം എന്ത് ലഭിച്ചിട്ടുണ്ട്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ വകുപ്പുമായി, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതെല്ലാം? വിദ്യാഭ്യാസ രംഗത്തുള്ള കമ്മീഷൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. കമ്മീഷനുകൾ ആൻസർ ഏതൊക്കെ വരെ? നമുക്ക് ആൻസർ എന്താ പറയുക? 1, 3 ശരിയായ കമ്മീഷൻസ് കേട്ടോ. 1, 3 ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് രാധാകൃഷ്ണൻ കമ്മീഷനും അതുപോലെ തന്നെ കോത്താരി കമ്മീഷനുമാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻസ്. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും ഏത് വരുന്നുണ്ട്? വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻസാണ് അല്ലേ? +1, +2 എന്നൊക്കെയുള്ള കമ്മീഷൻസ് അല്ലേ? 10 +1 +2 +3 എന്നുള്ള കമ്മീഷൻസ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻസാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്ന എവിടെയാണ് അല്ലേ? തേഭാഗ, ഉത്തരം നമുക്ക് ഇവിടുന്ന് പറയാം. തേഭാഗ കർഷക തൊഴിലാളി സമരം നടക്കുന്ന എവിടെയാണ്? ബംഗാളാണ് അല്ലേ? ബംഗാൾ. തേഭാഗ ബംഗാൾ. അതിൻ്റെ 2 ഗായം നമുക്ക് എടുത്താലോ. തേഭാഗ ബംഗാൾ. തേഭാഗയുടെ ഗായും ബംഗാളിൻ്റെ ഗായും കൂടി വെച്ച് എഴുതാം. തേഭാഗ എപ്പോഴും ചോദിക്കും, മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കില്ല. തേഭാഗ കർഷക സമരം എവിടെയാണ്? ബംഗാളിലാണ് നടക്കുന്നത്. ബംഗാളിൽ. നെക്സ്റ്റ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്. ആൻസർ ട്രാൻകിബാർ. 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 നെക്സ്റ്റ് ചോദ്യം, താഴെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുറിച്ച് കലാപം അല്ലേ? അത് ഈ ക്വസ്റ്റിൻ്റെ ഫസ്റ്റിലേക്ക് പോയാൽ നമുക്ക് ആൻസർ തന്നെ കിട്ടുന്നത്. പക്ഷേ അതും അറിയണം അല്ലേ? 1912 നമുക്ക് അറിയണം. തെറ്റല്ലേ ഇത്? 1912 അല്ലേ? വർഷം നോക്കി വെക്കാം. കുണ്ടറ വിളംബരം 1909, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1841, കുറിച്ചുകലാപം 1812. അപ്പോൾ ഈ വർഷങ്ങൾ അത്രയും എഴുതി മാറ്റി വെച്ചേക്കുക. കാരണം PSCയുടെ കയ്യിലുള്ള വർഷങ്ങൾ അല്ലേ, പ്രധാനപ്പെട്ട ഇയേഴ്സും സംഭവങ്ങളും ഒക്കെ ഇത് റിലേറ്റ് ചെയ്ത് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്ന് വർഷങ്ങൾ എഴുതി മാറ്റി വെച്ചേക്കണം. അടുത്ത ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൗലിക ചുമതല അല്ലേ? ഓപ്ഷൻ ബി ആണ്, മൗലിക ചുമതലകൾ. ഏതൊക്കെ വരുന്നുണ്ട്? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു അല്ലേ? പിന്നീട് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തത്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. പിന്നീട് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പൗരന്മാർ അനുവർത്തിക്കേണ്ട, അവർക്ക് വേണ്ട, അവർ ആചരിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്ത്. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ റാങ്ക് ഫയൽ നോട്ടോ പഠിക്കുമ്പോൾ അതേ സെൻറ്റൻസ് അതേ ടൈപ്പ് പോലൊന്നും ഒരിക്കലും ചോദിക്കില്ല അല്ലേ? അവരതിൻ്റെ വേറൊരു പരിഭാഷയായിരിക്കും ചോദിക്കുക. അപ്പം നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. എങ്ങനെയാണ് നമ്മൾ പഠിച്ച രീതിയിൽ നിന്നും അത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. ഒരു ഹിൻറ്റുകളൊക്കെ വെച്ച് നമ്മൾ വേണം മനസ്സിലാക്കിയെടുക്കുക അല്ലേ? അതേപോലെ ഒരിക്കലും ഒരു റാങ്ക് ഫയൽ സെൻറ്റൻസ് ഒന്നും അതേപോലെ പുസ്തകത്തിലെ പോലൊന്നും ചോദിക്കില്ല. നമ്മളത് പഠിക്കുന്ന കാര്യം മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനെ കൊടുക്കുമ്പോഴത്തേക്കിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സെൻറ്റൻസ് അതേപോലെ നമുക്ക് ഒരിക്കലും എങ്ങും കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കണം. പഠിക്കുന്നത് മനസ്സിലാക്കിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കണ്ടത് ഓർക്കാൻ പറ്റും. അപ്പോൾ അതാണ്, ഈ ഒരു പോയിന്റുകളൊന്നും ഒരിക്കലും എങ്ങും അതേപോലെ വരില്ല അല്ലേ? അപ്പോൾ അതാണ് ഉത്തരം എടുത്തത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3ഉം 1ഉമാണ് ശരി. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയിട്ടുള്ളത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്.
ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏതെല്ലാമാണ്? അപ്പോൾ അത് 4 പ്രസ്താവനകളും വായിച്ചതിന് ശേഷമാണ് നമ്മൾ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ശരിക്കും എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അല്ലേ? കുറച്ച് പാടക്കപ്പെടും. അപ്പോൾ ഒന്നെന്ന് പറയുമ്പോൾ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വരിക. നമുക്കറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? 1993 അപ്പോൾ ഇത് വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് പഠിച്ചാൽ പോലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെയോ ആദ്യ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്ര ആയിരുന്നു. അത് ഡയറക്റ്റ് കൊടുത്തേക്കുന്നതാണ്. നെക്സ്റ്റ്, ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സെന്ന് പുറത്തു വെക്കുക. 70 വയസ്സ്, അല്ലേ? 93 മനുഷ്യാവകാശം, എല്ലാം ഒരു മായുടെ മണം, അല്ല? 3 വർഷമുണ്ട്, പിന്നെ 70 വയസ്സ് വേണം, അല്ലേ? 60 ഒന്നും നോക്കത്തില്ല, 70 വയസ്സ് വരെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി, എസ് സോമനാഥ് ആൻഡ് ഭുവനേശ്വരി. ഭുവനേശ്വരി. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4-ാമത്തതാണ് പെടാത്തത്. 4-ാമത്തത്, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുമുള്ള അവകാശമാണ് മതസ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? 4-ാമത്തതാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. ഓർത്തുക, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4-ാമത്തതാണ് മതസ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത്. ഓക്കെ, അടുത്തത്, 2024 ബ്രിക്സ് ഉച്ചകോടിയിൽ സമ്മേളനം നടന്നത് എവിടെയാണ്? ബ്രിക്സ് ഉച്ചകോടിയിൽ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, റഷ്യയിലാണ്. ഓപ്ഷൻ എ, റഷ്യയിലാണ് സമ്മേളനം. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്, അല്ലേ? ഇവിടെ നോക്കൂ, കുറിച്യ ലഹളയെ ബന്ധപ്പെട്ടത്, കുറിച്യ ലഹള എന്ന് പറയുമ്പോൾ എത്ര മാർക്കാണ് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുക? ആ ഒരൊറ്റ ടോപ്പിക്ക് പഠിക്കുമ്പോൾ, അല്ലേ? കുറിച്യ ലഹള പഠിക്കുമ്പോൾ 1912 പഠിച്ചു കഴിയുമ്പോൾ തന്നെ എത്ര പോയിന്റ് കിട്ടുന്നു? 3 ചോദ്യങ്ങൾ വന്നില്ലേ? അപ്പോൾ ശരി പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കുറിച്യ ലഹള. ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? ആൻസർ സംഘമിത്ര. അടുത്ത ചോദ്യം, വിവരാവകാശവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ശരിയായവ ഏതൊക്കെയാണ്? ഉത്തരം നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരി പ്രസ്താവനയാണ്. ഓപ്ഷൻ സി അല്ല ഉത്തരം, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം 3ആണ് ശരി. 1ഉം 2ഉം 3 പ്രസ്താവനകളും ശരി. വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, അത് 3 നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും ഉത്തരം പറയാം. ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ചോദ്യം, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ചോദ്യങ്ങൾ വരുന്നു, അല്ലേ? അതായത് കേരളത്തെക്കുറിച്ചുള്ളവയാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അല്ലേ? എണ്ണം എത്രയാണ്? 41 നദികൾ, അല്ലേ? 41 നദികൾ. അപ്പോൾ ആകെ എത്ര നദിയുണ്ട്? 44 നദിയുണ്ട്. ബാക്കി 3 അവിടെ പോയി. അവരെങ്ങോട്ടാണ് പോവുക? കിഴക്കോട്ടാണ് ഒഴുകുക, അല്ലേ? അവർ കിഴക്കോട്ടാണ് ആ 3 പേര് ഒഴുകുക. ആരൊക്കെയാണ് കിഴക്കോട്ട് പോകുന്ന 3 പേര്? കബനി, അല്ലേ? കബനി എന്നൊരാളുടെ പേര്, ഭവാനി, പിന്നെ പാമ്പാർ, അല്ലേ? പാമ്പാർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ആൻസർ വയനാട്. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ പള്ളിവാസൽ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. തെറ്റുണ്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം? ആൻസർ
പറമ്പിക്കുളം. നെക്സ്റ്റ് വൺ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയെണ്ണമാണ്? ആൻസർ 20 എണ്ണം. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ജലം. ആൻസർ റോഷി അഗസ്റ്റിൻ. നെക്സ്റ്റ് ചോദ്യം, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ആൻസർ 5 ജില്ലകളാണ് അന്നുണ്ടായിരുന്നത്. 5 എണ്ണമായിരുന്നു അന്ന്. എന്ന് 1956 5 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. 56 5 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. കേരള സംസ്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? അല്ലേ? ആൻസർ എന്താണ്? 1861. നെക്സ്റ്റ് ചോദ്യം, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസറോ ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ കീഴരിയൂർ ബോംബ് കേസ്. നെക്സ്റ്റ് വൺ, ഉവാക് സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ആൻസർ ഏതാണ്? ടി കെ മാധവൻ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും മാറിയും തിരിഞ്ഞും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ചോദ്യം, 1817 ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പാർവതിഭായിയുടെ പരിഷ്കാരം ഏതായിരുന്നു? ഏത് പരിഷ്കാരമായിരുന്നു പാർവതിഭായിക്ക്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. പാർവതിഭായിയുടെയാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കുക. പാർവതിഭായിയുടേതാണ്. ഓക്കെ. നെക്സ്റ്റ്, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആൻസർ VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ആൻസറോ ജനസംഖ്യാനുപാത സംവരണം. ഉൾപ്പെടാത്തതായിരുന്നു എന്ത്? ജനസംഖ്യാനുപാത സംവരണം. അപ്പോൾ നോക്കാവുന്ന ഭരണപരിഷ്കരണവും കുടിയാന്മ പ്രശ്നവും ഖിലാഫത്തുമൊക്കെ അന്ന് മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. കുടിയാന്മ പ്രശ്നം, കുടികിടപ്പ് പ്രശ്നം, ഭരണപരിഷ്കരണവുമൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം വന്നാലോ, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ആൻസർ അർണോസ് പാതിരി. നെക്സ്റ്റ്, 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. കണ്ടില്ലേ, 1809 കുണ്ടറ വിളംബരം ഇപ്പോൾ ഈ ചോദ്യപേപ്പറിൽ തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അത് പഠിച്ചില്ലെങ്കിൽ എത്ര മാർക്കാണ് പോവുക? 1809 കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവയുടേതാണ്. നെക്സ്റ്റ്, 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആലപ്പുഴ. ഓക്കെ. ഇതിൻ്റെ ബയോളജി അല്ലെങ്കിൽ സയൻസ് പാർട്ട് മറ്റൊരു വീഡിയോയിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ GK വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഈ 2 ചോദ്യപേപ്പറും സ്റ്റോർ കീപ്പറിൻ്റെ പ്രിലിംസ് നടന്നതാണ്. നമുക്കിപ്പോൾ സ്റ്റോർ കീപ്പർ 319 318 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ, അല്ലേ? 318 319 കാറ്റഗറി നമ്പർ എന്ന് പറയും. സോറി, 618 സ്റ്റോർ കീപ്പറിൻ്റെ ആണല്ലേ. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻസും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിലിംസ് നോക്കാം. അപ്പോൾ നോക്കാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ ഡി എസ് കോത്താരി.
നെക്സ്റ്റ് വൺ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ എ ഡിസംബർ 10. ഡിസംബർ 10. ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മെറ്റേർണിക്. മെറ്റേർണിക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നത് മെറ്റേർണിക് പറഞ്ഞ അഭിപ്രായമാണ്. നെക്സ്റ്റ് ചോദ്യം, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ കൂറുളി ചേകോൻ. കൂറുളി ചേകോൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, കൊല്ലം ജില്ല. കൊല്ലം ജില്ല. നെക്സ്റ്റ് ചോദ്യം, ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 7:30. അടുത്തത്, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇതെല്ലാം ശരിയാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനനയം, ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം ആണെന്ത്? ധനനയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 61. അറിയാമല്ലോ, 61. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ആൻസർ നെയ്യാറ്റിൻകര. അടുത്ത ചോദ്യം, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ആൻസറോ ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായം എവിടെയുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ. കൊല്ലം മുതൽ കോട്ടപ്പുറം. ഉത്തരം ഏതാണ്? ഉത്തരം ദേശീയ ജലപാത 3 ആണ് അല്ലേ? NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ജലപാത. കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ലേ? അലഹബാദ് ഹാൽഡിയ 1, NW1. ഇന്നലത്തെയും ഒരു വീഡിയോ നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് തന്നെ റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിലിംസിൽ ആ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ NW3 കൊല്ലം കോട്ടപ്പുറം. സാദിയ ദുബ്രി 2 ആണ്. NW2 ആണ്. ഹാൽഡിയ അലഹബാദ് NW1 ആണ്. അതിങ്ങനെ ഒന്നിലെഴുതി പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? ആൻസർ 1949 ജൂലൈ 1. 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. നെക്സ്റ്റ്, ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജോനാഥൻ ടിങ്കൻ. 30 വരെ നോക്കാം. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇവിടെ ഏതാണ്? ആൻസർ രണ്ടാമത്തതാണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന ബന്ധമില്ലാത്തത് ഇവരെയാണല്ലേ.
ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിയമലംഘന പ്രസ്ഥാനം ഇവിടെ പിൻവലിക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ. ഗാന്ധി ഇർവിൻ ഉടമ്പടിക്കകത്ത് പറയുന്നുണ്ട്. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാമെന്നും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാമെന്ന് ഇർവിനും പറയുന്നുണ്ട്. അതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അല്ലേ. ബന്ധമില്ലാത്തത് പറ്റത് രണ്ടാമത്തതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, NS മാധവൻ. നെക്സ്റ്റ് ചോദ്യം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായി യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം യോഗ്യശ്രീ കൊണ്ടുവന്ന ആരാണ്? യോഗ്യശ്രീ. ആൻസർ പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് വൺ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മയാണ്. ഒരു ചോദ്യം കൂടി നോക്കാം. 2024 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാൻകാങ് അല്ലേ. ഹാൻകാങ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഹാൻകാങ്ങിനെ കുറിച്ച് വിവരണം തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഹാൻകാങ് ആണ് ചോദിച്ചേക്കുന്നത്. 100 10 കൂടെ വേണം. നെക്സ്റ്റ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അല്ലേ, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. അതെടുത്താൽ കളഞ്ഞു അല്ലേ. എങ്ങനത്തെ വഴി? 44 ഭേദഗതി പ്രകാരം ആ സ്വത്തവകാശം എടുത്ത് ദൂരെ കളഞ്ഞു. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും ആണ്? സോവിയറ്റ് യൂണിയൻ. അത് നമ്മൾ മൗലിക കടമകൾ, ആമുഖം, പൗരത്വം, അങ്ങനെയുള്ള എല്ലാ മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ എല്ലാം തന്നെ നമ്മൾ ഓരോ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളവയാണ്. അപ്പോൾ ഓരോന്നും എഴുതി തന്നെ പഠിക്കണം. മൗലിക കടമകൾ എവിടെയാണ്? സോവിയറ്റ് യൂണിയൻ. ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വരുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇവിടെ ഏതൊക്കെയാണ്? ഇങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് മുഴുവൻ വായിക്കുക. ശരിയായിട്ട് അല്ലേ ഉള്ളത് അറിയാമെങ്കിൽ മാത്രമേ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ തെറ്റ് പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി അല്ലേ, എല്ലാം തെറ്റ് പ്രസ്താവന. കേട്ടെ. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ രാഷ്ട്രപതിയാണ്. അടുത്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആ സെയിം ചോദ്യം അല്ല, പ്രിലിംസ് ആണ്. സെയിം ചോദ്യം 2 ഘട്ടങ്ങൾ നടക്കുന്ന പ്രിലിംസിൻ്റെ ആണിത്. അപ്പോൾ സെയിം ചോദ്യം തന്നെ വരുന്ന കണ്ടില്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി 1 3 ആണ് പറഞ്ഞേക്കുന്നത്. ഉണ്ടോ? 1 3. നെക്സ്റ്റ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇവിടെ നമുക്ക് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക അല്ലേ. അപ്പോൾ ഇത് പഠിക്കാം. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അൺടച്ചബിലിറ്റി അല്ലേ. ഏതാ വരിക? വകുപ്പ് എ ആണ് കേട്ടോ. അൺടച്ചബിലിറ്റി എന്ന് പറയുമ്പോൾ വകുപ്പ് 17 ആണ്. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം, അത് 21 ആണ്. പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എപ്പോഴും നമുക്കറിയാവുന്നതാണ് അല്ലേ. A ആണത്. സി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും 32 ആണ്. സിമ്പിളായ കാര്യങ്ങളാണത്. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി തൊട്ടുകൂടായ്മ നിർത്തലാക്കുവാൻ വകുപ്പ് 17 ആണ്. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്ന് പറയുമ്പോൾ വകുപ്പ് 21 ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവാത്മാവ് എന്താണ്? 32 ആണ്. അങ്ങനെ പറഞ്ഞേക്കുന്നത് ശരിക്കും ആരാണ്? BR അംബേദ്കറാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ. താങ്ക് യു.